രാഷ്ട്രീയ വിവാദങ്ങളിൽ പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ മന്ത്രിമാരും രംഗത്തിറങ്ങണമെന്നുകൊണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി CPM നൽകുകയാണ്. മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയാൽ പ്രതിരോധത്തിന്റെ ശക്തി കൂടുമെന്നാണ് CPMന്റെ ഈ ഘട്ടത്തിൽ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ ലക്ഷ്യമിട്ട മന്ത്രിമാർക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഒരു സമഗ്ര പദ്ധതിയും അവതരിപ്പിച്ചു. പദ്ധതികൾ 50 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി. സെയ്ഫ് സൈനുലാബ്ദീൻ വീണ്ടും ചേരുന്നു. സെയ്ഫ്, ഒരു 100 സീറ്റ് എന്ന ഒരു ഡിജിറ്റും അങ്ങനെ ഒരു സ്ട്രാറ്റജിയും VD സതീശൻ നേരത്തെ സെറ്റ് ചെയ്ത് അത് മൊത്തത്തിൽ ഒരു ചർച്ചയാക്കിയതിനു ശേഷം ഇപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ പൊളിക്കാൻ ഒരു 110 സീറ്റ് എന്ന ഒരു പുതിയ സ്ട്രാറ്റജി LDFും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നിലവിൽ 99 സീറ്റ് അവർക്കുണ്ട്. ഒരു 11 സീറ്റും കൂടെ കൂട്ടാവുന്ന അവസ്ഥയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഒരു പൊതുസംഗതി, ഒരു പൊതുവിലയിരുത്തൽ അത് പൊതുസമൂഹത്തിന് മുമ്പാകെ സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നു. എന്തൊക്കെയാണ് ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച 3 മണിക്കൂർ നീണ്ട അവലോകന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, അതിന്റെ സംഗ്രഹം എന്താണ് സെയ്ഫ്? അതിന് പുറത്ത് എന്താണ് ഇനി അവർ നടപ്പാക്കാൻ പോകുന്നത്? മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? ഇന്നലെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരുന്നു. അത് എവിടെയാണ് എന്ന് പറഞ്ഞില്ല. മാസത്തിൽ ഒരു തവണ മുഖ്യമന്ത്രിയുടെ വസതിയിലോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വസതിയിലോ ഒരുമിച്ച് മന്ത്രിമാരെല്ലാവരും കൂടെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ഫാമിലി അടക്കം എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഈ മന്ത്രിസഭയുടെ കാലത്തല്ല, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ഉണ്ട്. ഇത് മുഖ്യമന്ത്രി ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാര്യം പറയാനാണെന്ന് മാത്രമാണ് മന്ത്രിമാർ കരുതിയത്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. മുഖ്യമന്ത്രി തുടങ്ങിയത് തന്നെ ഈ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഒരു വിപുലമായ പദ്ധതി അടുത്ത ഒരു 50 ദിവസം കൊണ്ട് നടപ്പാക്കേണ്ട കേരളത്തിലെ സമഗ്ര മേഖലകളെയും തൊടുന്ന ഒരു വിപുലമായ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അത് മന്ത്രിമാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്നലെ രാത്രി ഒരാളോട് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത്രത്തോളം കാര്യങ്ങളുണ്ട്. കാരണം കേരളത്തിൻ്റെ സമഗ്ര മേഖലകളെയും തൊടുന്ന കാഴ്ചപ്പാടുകൾ അതിനകത്ത് ഉണ്ട്. ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ നടന്നു വരുന്ന പദ്ധതികളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ അതിനകത്ത് ഒരു കാഴ്ചപ്പാട് അതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 50 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മന്ത്രിമാരുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തേടിയിട്ടുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നും മന്ത്രിമാരോട് ചോദിച്ചിട്ടുണ്ട്. പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് പ്രചരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകണം, പ്രചരണം ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച ഒരു നിർദ്ദേശം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റ് പോരാ, സീറ്റുകളുടെ എണ്ണം ഒരു 110നോടനുബന്ധിച്ച് നമുക്ക് സീറ്റുകളുടെ എണ്ണം വേണം. അതുകൊണ്ട് അങ്ങനെ പണിയെടുക്കണം എന്ന് നിർദ്ദേശം നൽകി. പിന്നീടുള്ളത് ഈ ബൂത്ത് വൈസ് കണക്കുണ്ടല്ലോ, അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ബൂത്ത് വൈസ് വോട്ട് കണക്കെടുത്ത് വെച്ചിട്ട് അതുകൂടി പ്രസൻറ്റ് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി അതിൻ്റെ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. അത്രയും താഴേക്കിടയിൽ നിന്ന് പോയി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഉള്ള ഒരു പ്രസൻറ്റേഷനായിട്ടാണ് തോന്നിയത്. അത് മുഖ്യമന്ത്രി തന്നെ തയ്യാറാക്കിയതാണോ എന്നറിയില്ല. എന്തായാലും അത് കേരളത്തിൻ്റെ സമഗ്ര മേഖലകളിലെയും തൊടുന്നൊരു റിപ്പോർട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയ മണ്ഡലങ്ങളുണ്ട്. ആ പിന്നോട്ട് പോയ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊന്നും അധിക സമയമില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒരു പക്ഷേ ഒരു 2 മാസത്തിനുള്ളിൽ വരും. ഒരു 60 ദിവസം സമയമാണ് ഉള്ളത്. അതുകൊണ്ട് 50 ദിവസം ആണ് ഇതിന് ടാർഗറ്റ് മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ളത്. 50 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കണം. ബാക്കിയൊന്നും നിങ്ങൾ അറിയേണ്ട, ബാക്കി നമ്മൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ 110 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു മിഷൻ 110 എന്ന് പറയുന്ന ഒരു പദ്ധതി മന്ത്രിമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ 100 സീറ്റ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇവിടെ 110 സീറ്റിന്റെ അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു വലിയ ലക്ഷ്യവുമായി CPMും കൂടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സജീവമായി ഇറങ്ങുന്നു. അതിനിടയിൽ CPIയുടെ നേതൃയോഗം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള മന്ത്രിമാർ തന്നെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തത്വത്തിൽ ധാരണയായതൊക്കെ പറയുന്നു. CPI എന്തൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ്?
CPI-യുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗങ്ങളാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, നാളെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേരുന്നുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനം കഴിയുകയും അത് മുന്നണി യോഗത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് മുന്നണി യോഗം ചേരുന്നത്. മുന്നണി യോഗത്തിലാണ് ഇത് വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെ വിലയിരുത്തുന്നത്. CPI വിലയിരുത്തിയിരിക്കുന്നത് അത് ശബരിമല വിവാദം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി എന്നൊരു വിലയിരുത്തലിലേക്കാണ് CPI നേതൃത്വം എത്തിച്ചേർന്നത്. പക്ഷേ CPM അത് പരസ്യമായി ഒട്ട് സമ്മതിക്കുന്നും ഇല്ല. എന്തായാലും ഇന്ന് നാളെയുമായി നടക്കുന്ന യോഗത്തിൽ ഒരു പ്രാഥമിക ചർച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. 4 മന്ത്രിമാരാണ് ഉള്ളത്. ചിഞ്ചുറാണി, GR അനിൽ അടക്കം 4 മന്ത്രിമാർ ഉണ്ട്. അവർ 4 പേരും കെ രാജനും അടക്കം 4 മന്ത്രിമാരുണ്ട്. അവരെല്ലാവരും മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ചിഞ്ചുറാണിയുടെ കാര്യത്തിൽ ഒരു പ്രാദേശിക തലത്തിലൊരു എതിർപ്പ് കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മന്ത്രിമാരെ മാറ്റി നിർത്തിക്കുകയാണെന്നെങ്കിൽ അതിൽ മറ്റൊരു സൂചന നൽകും എന്ന അഭിപ്രായമാണ് നേതൃതലത്തിലുള്ളത്. പക്ഷേ ഇതിനൊക്കെ മാറ്റം വന്നേക്കാം. കാരണം ഇത് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ചർച്ചയുടെ പൊതുവികാരം കൂടി കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി ജില്ലാ ഘടകമാണ് താഴേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കോ ഈ സ്ഥാനാർത്ഥികളുടെ 3 പേരുടെ പട്ടിക തയ്യാറാക്കി നൽകുന്നത്. CPM-നാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്, CPI-ക്കാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ് ജിൽസി CPI നേതൃയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് CPI കടക്കുന്നു. CPM നിലവിൽ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ വളരെ വിപുലമായി തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ 50 ദിവസമേ ഉള്ളൂ. ആ പദ്ധതിയൊക്കെ കൊള്ളാം. മുഖ്യമന്ത്രിയുടെ മിഷൻ 110 സീറ്റ് വെച്ചിട്ടുള്ള പദ്ധതികളൊക്കെ കൊള്ളാം. പക്ഷെ 50 ദിവസമേ ഉള്ളൂ. 50 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം നടപ്പാക്കാൻ കഴിയുന്ന ചോദ്യം അവിടെ ഉണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ സൈഫ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പറഞ്ഞ കഴിഞ്ഞ കുറി നമുക്ക് 99 സീറ്റേ ഉള്ളൂ, അത് പോരാ, 110ലേക്ക് എത്തിക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറി 99 എത്തിയ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ഉണ്ടായിരുന്നു. ഒരു അടിത്തറ അവിടെ ശക്തമായിരുന്നു. ഇന്ന് അതില്ല എന്നുള്ളതാണ്.